ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2021 നടന്ന ടോക്കിയോ ഒളിമ്പിക്സ്, ടോക്കിയോ പാരാലിമ്പിക്സ് എന്നിവയുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. 2021 ടോക്കിയോയിൽ നടന്നത് എത്രാമത്തെ ഒളിമ്പിക്സ് ആയിരുന്നു? 32ാമത്തെ ഒളിമ്പിക്സ് ആണ് 2021 ടോക്കിയോയിൽ നടന്നത്. ഇത് കറക്റ്റായിട്ട് നടക്കേണ്ടത് 2020 കൊറോണ കാരണമാണ് ഇത് 2021 മാറ്റിവെച്ചത്. ഈ ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടനം നടന്നത് എന്നാണ്? 2021 ജൂലൈ 23 ടോക്കിയോ ഒളിമ്പിക്സ് ഉദ്ഘാടനം ചെയ്തത് 2021 ജൂലൈ 23 2021 ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? 206 ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം 206 ടോക്കിയോ ഒളിമ്പിക്സിൻ്റെ ഭാഗ്യചിഹ്നം എന്തായിരുന്നു? മിറൈറ്റോവയാണ്. ടോക്കിയോ ഒളിമ്പിക്സിൻ്റെ ഭാഗ്യചിഹ്നം മിറൈറ്റോവയായിരുന്നു. ടോക്കിയോ ഒളിമ്പിക്സിൻ്റെ മുദ്രാവാക്യം എന്തായിരുന്നു? വേഗത്തിൽ, ഉയരത്തിൽ, കരുത്തോടെ, ഒരുമിച്ച് എന്നതായിരുന്നു ടോക്കിയോ ഒളിമ്പിക്സിൻ്റെ മുദ്രാവാക്യം. ഒരുമിച്ച് എന്ന പദം ഈ തവണത്തെ ഒളിമ്പിക്സിലാണ് കൂട്ടിച്ചേർത്തത്. 2020 ടോക്കിയോ ഒളിമ്പിക്സ് ആപ്തവാക്യമായി തിരഞ്ഞെടുത്തിരുന്നത് യുണൈറ്റഡ് ബൈ ഇമോഷനാണ്. 2020 ടോക്കിയോ ഒളിമ്പിക്സ് എന്ന് പറയുന്നത് ഈ 2021 ടോക്കിയോ ഒളിമ്പിക്സിനെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ആപ്തവാക്യം യുണൈറ്റഡ് ബൈ ഇമോഷൻ എന്നായിരുന്നു. ടോക്കിയോ ഒളിമ്പിക്സിലെ ആകെ കായിക ഇനങ്ങളുടെ എണ്ണം എത്രയായിരുന്നു? 33. ടോക്കിയോ ഒളിമ്പിക്സിലെ ആകെ കായിക ഇനങ്ങളുടെ എണ്ണം 33 ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇന്ത്യൻ കായിക താരങ്ങളുടെ എണ്ണം എത്രയാണ്? 127. ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇന്ത്യൻ കായിക താരങ്ങളുടെ എണ്ണം 127 ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി കായിക താരങ്ങളുടെ എണ്ണം എത്രയാണ്? 9. ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി കായിക താരങ്ങളുടെ എണ്ണം 9 ടോക്കിയോ ഒളിമ്പിക്സ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചത് ആരാണ്? ജപ്പാൻ ചക്രവർത്തിയായ നറുഹിതോയാണ് ടോക്കിയോ ഒളിമ്പിക്സ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചത്. ടോക്കിയോ ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ദീപം തെളിയിച്ചത് ആരാണ്? നവോമി ഒസാക്ക. ജപ്പാൻ ടെന്നീസ് താരമായ നവോമി ഒസാക്കയാണ് ടോക്കിയോ ഒളിമ്പിക്സിൻ്റെ ദീപം തെളിയിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ചത് ആരാണ്? മേരി കോമും മൻപ്രീത് സിംഗും. ടോക്കിയോ ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ചത് മേരി കോമും മൻപ്രീത് സിംഗുമാണ്. ടോക്കിയോ ഒളിമ്പിക്സിൻ്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ചത് ബജ്രംഗ് പൂനിയയായിരുന്നു. ടോക്കിയോ ഒളിമ്പിക്സിൻ്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ചതാരാണ്? ബജ്രംഗ് പൂനിയ. ടോക്കിയോ ഒളിമ്പിക്സിൻ്റെ മാർച്ച് പാസ്റ്റിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതായിരുന്നു? 21. ടോക്കിയോ ഒളിമ്പിക്സിൻ്റെ മാർച്ച് പാസ്റ്റിൽ ഇന്ത്യയുടെ സ്ഥാനം 21 ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി പ്രസിഡന്റ് ആരാണ്? തോമസ് ബാക്ക്. ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി പ്രസിഡന്റ് തോമസ് ബാക്ക് ആണ്. ഇനി നമുക്ക് ഈ ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ നേട്ടം ഒന്ന് നോക്കാം. ഒളിമ്പിക്സ് ചരിത്രത്തിൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച പ്രകടനം നടന്ന ഒളിമ്പിക്സ് ആയിരുന്നു ടോക്കിയോ ഒളിമ്പിക്സ്. അതായത് ഇന്ത്യ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ ഒളിമ്പിക്സ് 2021 ടോക്കിയോ ഒളിമ്പിക്സ് ആണ്. 1 സ്വർണവും 2 വെള്ളിയും 4 വെങ്കലവും ഉൾപ്പെടെ ആകെ 7 മെഡലുകളാണ് ഇന്ത്യക്ക് ലഭിച്ചത്. 1 സ്വർണം, 2 വെള്ളി, 4 വെങ്കലം ഉൾപ്പെടെ 7 മെഡലുകൾ. മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു? 48. ടോക്കിയോ ഒളിമ്പിക്സിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 48 ഇനി ആദ്യമായി നമ്മൾ ഏറ്റവും പ്രധാന വ്യക്തിയായി കാണുന്നത് നീരജ് ചോപ്രയാണ്. കാരണം ഇദ്ദേഹമാണ് ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി സ്വർണ്ണ മെഡൽ നേടിയത്. അപ്പോൾ ഒളിമ്പിക്സിൽ സ്വർണം നേടുന്ന 2ാമത്തെ ഇന്ത്യൻ താരമാണ് നീരജ് ചോപ്ര. ആദ്യമായി ഇന്ത്യക്ക് വേണ്ടി വ്യക്തിഗത ഇനത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ താരം അഭിനവ് ബിന്ദ്രയാണ്. അത് 2008 ബെയ്ജിംഗ് ഒളിമ്പിക്സിൽ ഷൂട്ടിങ്ങിലാണ് അഭിനവ് ബിന്ദ്ര ഇന്ത്യക്ക് വേണ്ടി സ്വർണം നേടുന്നത്. അപ്പോൾ ഇന്ത്യക്ക് വേണ്ടി സ്വർണ്ണ മെഡൽ നേടുന്ന
രണ്ടാമത്തെ വ്യക്തിയാണ് നീരജ് ചോപ്ര. ഇദ്ദേഹത്തിൻ്റെ കായിക ഇനമെന്ന് പറയുന്നത് ജാവലിൻ ത്രോ ആയിരുന്നു. ഇദ്ദേഹം ഫൈനലിൽ 87.58 മീറ്റർ ദൂരം ജാവലിൻ എറിഞ്ഞാണ് സ്വർണ്ണ മെഡൽ നേടിയത്. ഒളിമ്പിക് അത്ലറ്റിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനുമാണ് നീരജ് ചോപ്ര. നീരജ് ചോപ്രയുടെ സ്വദേശം ഹരിയാനയാണ്. അടുത്ത മീരാബായി ചാനുവാണ്. ഈ ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ആദ്യ മെഡൽ ഇന്ത്യക്ക് നേടിക്കൊടുത്തത് മീരാബായി ചാനുവാണ്. മീരാബായി ചാനു മണിപ്പൂർ സ്വദേശിനിയാണ്. മീരാബായി ചാനുവിൻ്റെ കായിക ഇനം ഭാരോദ്വഹനം, അതായത് വെയ്റ്റ് ലിഫ്റ്റിംഗ് ആണ്. ഇവർക്ക് കിട്ടിയ മെഡൽ ഏതാണ്? വെള്ളി മെഡലാണ്. 49 കിലോഗ്രാം ഭാരോദ്വഹന വിഭാഗത്തിൽ 202 കിലോ ഉയർത്തിയാണ് മീരാബായി ചാനുവിന് വെള്ളി മെഡൽ ലഭിച്ചത്. ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡൽ നേടുന്ന വനിതാ താരം കർണം മല്ലേശ്വരിയാണ്. കർണം മല്ലേശ്വരി 2000 സിഡ്നി ഒളിമ്പിക്സിൽ വെങ്കല മെഡലാണ് നേടിയത്. ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ നേടുന്ന രണ്ടാമത്തെ വനിത കൂടെയാണ് മീരാബായി ചാനു. ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത PV സിന്ധു ആണ്. 2016 റിയോ ഒളിമ്പിക്സിൽ ബാഡ്മിൻ്റണിൽ ആണ് PV സിന്ധു ഇന്ത്യക്ക് വേണ്ടി വെള്ളി മെഡൽ നേടിയത്. രവികുമാർ ദാഹിയ, ഇദ്ദേഹത്തിന് ഗുസ്തിയിൽ വെള്ളി മെഡലാണ് ലഭിച്ചത്. 57 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ വിഭാഗം ഗുസ്തിയിലാണ് രവികുമാർ ദാഹിയയ്ക്ക് വെള്ളി മെഡൽ കിട്ടിയത്. രവികുമാർ ദാഹിയ ഹരിയാന സ്വദേശിയാണ്. ഇനി PV സിന്ധുവിന് ഈ ഒളിമ്പിക്സിൽ വെങ്കല മെഡലാണ് ലഭിച്ചത്. ചൈനയുടെ ഹിബിങ് ജിയാവോയെ പരാജയപ്പെടുത്തിയാണ് PV സിന്ധുവിന് ബാഡ്മിൻ്റണിൽ വെങ്കല മെഡൽ ലഭിച്ചത്. 2016 റിയോ ഒളിമ്പിക്സിൽ ബാഡ്മിൻ്റണിൽ PV സിന്ധുവിന് വെള്ളി മെഡലാണ് ലഭിച്ചത്. അങ്ങനെ തുടർച്ചയായി 2 ഒളിമ്പിക്സുകളിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയായി മാറി സിന്ധു. അടുത്തത് ലവ്ലിന ബോർഗോഹെയ്ൻ. ബോക്സിങ്ങിൽ വനിതകളുടെ 69 കിലോഗ്രാം ബോക്സിങ്ങിൽ വെങ്കല മെഡലാണ് ലവ്ലിന ബോർഗോഹെയ്ന് ലഭിച്ചത്. ബജ്രംഗ് പൂനിയയ്ക്ക് ഗുസ്തിയിൽ വെങ്കല മെഡൽ ലഭിച്ചു. ഗുസ്തിയിൽ ഇന്ത്യക്കായി മെഡൽ നേടുന്ന 6ാമത്തെ താരമാണ് ബജ്രംഗ് പൂനിയ. മറ്റൊരു പ്രധാന നേട്ടമെന്ന് പറയുന്നത് പുരുഷ ഹോക്കി ടീമിന് വെങ്കല മെഡൽ ലഭിച്ചതാണ്. 41 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇന്ത്യ ഹോക്കിയിൽ മെഡൽ നേടുന്നത്. ഒളിമ്പിക്സിൽ മുമ്പ് ഒരുപാട് മെഡൽ നേടിയൊരു രാജ്യമായിരുന്നു ഇന്ത്യ. എന്നാൽ ഇപ്പോൾ 41 വർഷത്തിലെ കാത്തിരിപ്പിന് ശേഷമാണ് ഇന്ത്യക്ക് ഹോക്കിയിൽ മെഡൽ, അതായത് വെങ്കല മെഡൽ ലഭിച്ചത്. 1980 മോസ്കോ ഒളിമ്പിക്സിലെ സ്വർണ്ണമാണ് ഇതിനു മുമ്പ് ഇന്ത്യയുടെ അവസാന ഒളിമ്പിക് മെഡൽ നേട്ടം. ഒളിമ്പിക് ഹോക്കിയിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ രാജ്യം ഇപ്പോഴും ഇന്ത്യ തന്നെയാണ്. ഇന്ത്യക്ക് 8 സ്വർണവും 1 വെള്ളിയും 3 വെങ്കല മെഡലുമാണ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. 49 വർഷങ്ങൾക്ക് ശേഷം ഒളിമ്പിക്സിൽ കേരളത്തിനൊരു മെഡൽ നേട്ടം ലഭിക്കുകയുണ്ടായി. അത് ആർക്കാണ്? PR ശ്രീജേഷിനാണ്. ഒളിമ്പിക്സിൽ ആകെ 2 മലയാളികൾ മാത്രമേ മെഡൽ നേടിയിട്ടുള്ളൂ. അതിൽ ആദ്യത്തെയാൾ 1972 മ്യൂണിക് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയ മാനുവൽ ഫ്രെഡറിക്കാണ്. രണ്ടാമത്തെ താരം PR ശ്രീജേഷാണ്. PR ശ്രീജേഷിന് ഹോക്കിയിൽ ഈ ടോക്കിയോ ഒളിമ്പിക്സിൽ വെങ്കല മെഡലാണ് ലഭിച്ചത്. പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് PT ഉഷയ്ക്ക് ഒളിമ്പിക്സിൽ മെഡൽ നേടിയെന്ന്. PT ഉഷയ്ക്ക് ഒളിമ്പിക്സിൽ മെഡൽ ലഭിച്ചിട്ടില്ല. PT ഉഷയ്ക്ക് 4ാം സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. ഇനി നടക്കാനിരിക്കുന്ന PSC പരീക്ഷകളിൽ നമ്മൾ തീർച്ചയായും പ്രതീക്ഷിക്കേണ്ടത് PR ശ്രീജേഷിനെ കുറിച്ചൊരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ PR ശ്രീജേഷിനെ കുറിച്ചുള്ള കിട്ടുന്ന വിവരങ്ങളെല്ലാം തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഒളിമ്പിക് മെഡൽ നേടുന്ന 2ാമത്തെ മലയാളിയാണ് PR ശ്രീജേഷ്. 49 വർഷത്തിന് ശേഷമാണ് ഗോൾ കീപ്പർ PR ശ്രീജേഷിലൂടെ കേരളത്തിന് ഒളിമ്പിക് മെഡൽ ലഭിക്കുന്നത്. പിന്നെ PR ശ്രീജേഷിന് പത്മശ്രീ ലഭിച്ച വർഷം 2017 അർജുന അവാർഡ് ലഭിച്ച വർഷം 2015. അപ്പോൾ അതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. PR ശ്രീജേഷിന് പത്മശ്രീ ലഭിച്ച വർഷം ഏതാണ്? 2017. അർജുന അവാർഡ് ലഭിച്ച വർഷം 2015. ഇന്ത്യയിലെ കായിക രംഗത്ത് കൊടുക്കുന്ന ഏറ്റവും പ്രധാന ബഹുമതിയായ ഖേൽ രത്ന പുരസ്കാരം 2021 ലഭിച്ചവരിൽ ഒരാൾ PR ശ്രീജേഷാണ്.
ഇപ്പോൾ ഖേൽരത്ന പുരസ്കാരം ഇനി മുതൽ അറിയപ്പെടുന്നത് മേജർ ധ്യാൻചന്ദ് പുരസ്കാരം എന്നാണ്. പിന്നെ ശ്രീജേഷിന് മുമ്പ് ഒളിമ്പിക് മെഡൽ നേടിയ മലയാളി ആരാണെന്ന് നമ്മൾ പറഞ്ഞാണ്, മാനുവൽ ഫ്രെഡറിക്കാണ്. 2024 ഒളിമ്പിക്സിൻ്റെ വേദി എവിടെയാണ്? അപ്പോൾ അടുത്ത ഒളിമ്പിക്സ് നടക്കുന്നത് ഫ്രാൻസിൽ പാരീസിൽ വെച്ചാണ് 2024. 2028 ഒളിമ്പിക്സ് വേദി അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസ് ആണ്. 2032 ഒളിമ്പിക്സിൻ്റെ വേദി ഓസ്ട്രേലിയയിലെ ബ്രിസ്ബേൻ ആണ്. 2022 വിൻ്റർ ഒളിമ്പിക്സിൻ്റെ വേദി ചൈനയിലെ ബെയ്ജിങ്ങിൽ വെച്ചുമാണ്. അപ്പോൾ ഒളിമ്പിക്സ് വേദി എന്നുവരെയൊക്കെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് 2024 അത് ഫ്രാൻസിലെ പാരീസിൽ വെച്ചാണ്. 2028 ഒളിമ്പിക്സ് വേദി അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിലും 2032 ഒളിമ്പിക്സിൻ്റെ വേദി ഓസ്ട്രേലിയയിലെ ബ്രിസ്ബേണുമാണ്. പിന്നെ 2022 അടുത്ത വർഷം നടക്കാൻ പോകുന്ന വിൻ്റർ ഒളിമ്പിക്സിൻ്റെ വേദി ചൈനയിലെ ബെയ്ജിങ്ങുമാണ്. ഇനി നമ്മൾ പാരാലിമ്പിക്സ് ആണ് നോക്കാൻ പോകുന്നത്. അതും ഇതുപോലെ തന്നെ 2020 നടക്കേണ്ട പാരാലിമ്പിക്സ് കൊറോണ മൂലം 2021 നടന്നത്. അപ്പോൾ പറയുമ്പോൾ 2020 എന്ന് പറയും, എന്നാലും നടന്നത് 2021. അപ്പോൾ 2021 പാരാലിമ്പിക്സിന് വേദിയായത് ജപ്പാനിലെ ടോക്കിയോ തന്നെയാണ്. ഇപ്പോൾ ഒളിമ്പിക്സ് നടക്കുന്ന അതേ സ്ഥലത്ത് വെച്ച് തന്നെയാണ് ഈ പാരാലിമ്പിക്സും നടക്കുക. ഒളിമ്പിക്സിന് ശേഷമായിരിക്കും പാരാലിമ്പിക്സ് നടക്കുകയുള്ളൂ. 2020 പാരാലിമ്പിക്സ് ആരംഭിച്ചത് 2021 ഓഗസ്റ്റ് 25 മുതൽ സെപ്റ്റംബർ 5 വരെയായിരുന്നു ഈ പാരാലിമ്പിക്സ് നടന്നത്. എത്രാമത്തെ സമ്മർ പാരാലിമ്പിക്സ് ആണ് 2021 ടോക്കിയോയിൽ വെച്ച് നടന്നത്? 16ാമത്തെ സമ്മർ പാരാലിമ്പിക്സ് ആണ് 2021 ടോക്കിയോയിൽ വെച്ച് നടന്നത്. ടോക്കിയോ പാരാലിമ്പിക്സിൻ്റെ മുദ്രാവാക്യം എന്തായിരുന്നു? യുണൈറ്റഡ് ബൈ ഇമോഷൻസ് എന്നായിരുന്നു. ടോക്കിയോ പാരാലിമ്പിക്സിൻ്റെ മുദ്രാവാക്യം യുണൈറ്റഡ് ബൈ ഇമോഷൻസ് എന്നായിരുന്നു. ടോക്കിയോ പാരാലിമ്പിക്സ് 2020 പാരാലിമ്പിക്സ് ഭാഗ്യചിഹ്നം എന്തായിരുന്നു? സൊമൈറ്റി. ടോക്കിയോ പാരാലിമ്പിക്സിൻ്റെ ഭാഗ്യചിഹ്നം എന്തായിരുന്നു? സൊമൈറ്റി ആയിരുന്നു. ജപ്പാൻ എത്രാമത്തെ തവണയാണ് പാരാലിമ്പിക്സിന് വേദിയാവുന്നത്? 2ാമത്തെ തവണ. ഏഷ്യയിൽ ആദ്യമായി പാരാലിമ്പിക്സിന് വേദിയാകുന്ന രാജ്യം ജപ്പാനാണ്. ടോക്കിയോ. ഏഷ്യയിൽ ആദ്യമായി പാരാലിമ്പിക്സിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? ജപ്പാനാണ്. 2021 ടോക്കിയോ പാരാലിമ്പിക്സിലെ ആകെ മത്സര ഇനങ്ങൾ എത്രയായിരുന്നു? 22 സ്പോർട്സ് ഇനങ്ങളും 539 മറ്റ് കായിക ഇനങ്ങളും. അതായത് ഈ ഓട്ടവും ചാട്ടവും തുടങ്ങിയ അത്ലറ്റിക്സ് ആണ് 539. 2020 പാരാലിമ്പിക്സിൽ പങ്കെടുത്ത ഇന്ത്യൻ കായിക താരങ്ങളുടെ എണ്ണം എത്രയാണ്? 54. ഇപ്പോൾ ഈ ടോക്കിയോ പാരാലിമ്പിക്സിൽ പങ്കെടുത്ത ഇന്ത്യൻ കായിക താരങ്ങളുടെ എണ്ണം എത്രയാണ്? 54 2021 ടോക്കിയോ പാരാലിമ്പിക്സിൽ ഉൾപ്പെടുത്തിയ പുതിയ കായിക ഇനങ്ങൾ ഏതെല്ലാമാണ്? ബാഡ്മിൻ്റനും ബാഡ്മിൻ്റൻ, തായ്ക്കൊണ്ട എന്നിവയാണ് ഈ ടോക്കിയോ പാരാലിമ്പിക്സിൽ ഉൾപ്പെടുത്തിയ പുതിയ കായിക ഇനങ്ങൾ. 2021 ടോക്കിയോ പാരാലിമ്പിക്സിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതായിരുന്നു? 24. ടോക്കിയോ പാരാലിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതായിരുന്നു? 24. 2021 ടോക്കിയോ പാരാലിമ്പിക്സിൽ പതാക ഏന്തേണ്ട താരം മാരിയപ്പൻ തങ്കവേലുവായിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിന് ക്വാറന്റൈൻ വന്നതിനാൽ പതാക ഏന്തിയത് തേക്ക് ചന്ദാണ്. ഈ തേക്ക് ചന്ദിൻ്റെ കായിക ഇനം എന്താണ്? ജാവലിൻ ത്രോയാണ്. പാരാലിമ്പിക്സിൽ ഇന്ത്യക്കായി ആദ്യ സ്വർണം നേടിയത് ആരാണ്? അവനി ലേഖര. 10 മീറ്റർ എയർ റൈഫിളിൽ പാരാലിമ്പിക്സിൽ ഇന്ത്യക്കായി ആദ്യ സ്വർണം നേടിക്കൊടുത്തത് അവനി ലേഖരയാണ്. പാരാലിമ്പിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത കൂടെയാണ് രാജസ്ഥാനിലെ ജയ്പൂർ സ്വദേശിനിയായ അവനി ലേഖര. പാരാലിമ്പിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? അവനി ലേഖര. പാരാലിമ്പിക്സിൽ ഇന്ത്യക്കായി 2ാം സ്വർണം നേടിയത് ആരാണ്? സുമിത് ആൻഡിൽ. ജാവലിൻ ത്രോയിലാണ് സുമിത് ആൻഡിലിന് സ്വർണ്ണ മെഡൽ ലഭിച്ചത്. ടോക്കിയോ പാരാലിമ്പിക്സിലെ ഇന്ത്യൻ മെഡൽ നില എങ്ങനെയാണ്? ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ 5 എണ്ണമാണ് ലഭിച്ചത്. വെള്ളി 8, വെങ്കലം 6. ടോക്കിയോ പാരാലിമ്പിക്സിൽ ഇന്ത്യൻ മെഡൽ നില 5 സ്വർണം, 8 വെള്ളി, 6 വെങ്കലം എന്നിങ്ങനെയാണ്. 2021 ടോക്കിയോ പാരാലിമ്പിക്സിൽ റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം ചൈനയാണ്.
രണ്ടാം സ്ഥാനം ബ്രിട്ടനുമായിരുന്നു. മാരിയപ്പൻ തങ്കവേലുവിന് ഈ ടോക്കിയോ പാരാലിമ്പിക്സിൽ ലഭിച്ച മെഡൽ ഏതാണ്? വെള്ളി മെഡലാണ് ലഭിച്ചത്. മാരിയപ്പൻ തങ്കവേലുവിൻ്റെ കായിക ഇനം ഏതാണ്? ഹൈ ജമ്പാണ്. ലഭിച്ച മെഡൽ സിൽവർ മെഡലാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.